നല്ല പരിപാടിയാണ്, കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, സന്തോഷം. പക്ഷേ ഈ സമ്മാനം അത് അർഹതയുള്ളവരെ കൊണ്ടുപോകുള്ളൂ, അർഹതയുള്ളവരെ കൊണ്ടുപോകുള്ളൂ. പുള്ളിയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ റൗണ്ടിൽ ഔട്ടായിട്ട് അർഹതയുള്ളത് പുള്ളിക്ക് കൊടുക്കുന്നു. അതെ, സമ്മാനം അർഹതയുള്ള ആൾക്കാരാണ് കിട്ടിയത്, പക്ഷെ അത് കൊണ്ടുപോകുന്നത് അർഹതപ്പെട്ട ആൾക്കാരായിരിക്കും. അതെ, അർഹതയുള്ളവനാണല്ലോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ഈ കേരളത്തില് ഈ സമ്മാനങ്ങളായിക്കോട്ടെ സാധനങ്ങളായിക്കോട്ടെ, ഹെഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ്, കൊണ്ടുപോകുന്നതും ഇറക്കുന്നതും കയറ്റുന്നതും ഞങ്ങൾ യൂണിയൻകാർക്കുള്ളതാണ്. അപ്പൊ ഞങ്ങൾ യൂണിയൻകാരെ അത് കൊണ്ടുപോകുന്നു. അപ്പൊ അവനവന് ആവശ്യമുള്ള സാധനങ്ങൾ അവനവന് ചോക്കാന്നുള്ളതാണല്ലോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാ കുഴപ്പമില്ല, ഒരു നോക്കൂലി എന്നാ മതി. അല്ല, അത് കൊണ്ടുപോട്ടെ, ഞങ്ങൾക്ക് അതിന്റെ നോക്കൂലി എന്നാ മതി. അത് കൊണ്ടുപോട്ടെ. നോക്കൂലി എത്ര തരേണ്ടി വരും? ഒരു 3,67,300 രൂപ. അതുമല്ല, ഒരു തവണ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെയാ 3,67,900 രൂപയ്ക്ക് വരുന്നത്? ഒരു തവണയല്ല, നിങ്ങൾ ഈ ഹോം മിനിസ്റ്റർ എന്നുള്ള പരിപാടി തുടങ്ങിയ അന്ന് തുടങ്ങി. ഇതിനകത്തുള്ള മത്സരാർത്ഥികൾ ഓരോ സമ്മാനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ ഇങ്ങനെ നോക്കിയിരുന്ന് കാണുകയായിരുന്നു. അത് കാണുക. അതെ, അങ്ങനെ ആണേ പോലും ഇത്രയും തുക വരുന്നില്ല. കാരണം ഒരാഴ്ച ഒരു മാസം ഒരു 20 എപ്പിസോഡല്ലേ ഉള്ളൂ. അല്ല പിഷാരടി, ഇതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഇല്ലേ, അത് ഞങ്ങൾ നോക്കിയിരുന്നു. അതുകൂടെ നിങ്ങൾക്ക് തരണം. പൈസ തരുന്നുണ്ടോ ഇല്ലയോ? 3,00,000 സംതിങ് വരുന്നുണ്ട്. അപ്പൊ തരുന്നുണ്ടോ? അല്ല, ഇപ്പൊ നമ്മള് തരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സമ്മതിക്കില്ല, 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 സമ്മതിക്കില്ല. ഈ പണി ഇവിടെ സമ്മതിക്കില്ല, ഈ പണി ഇവിടെ സമ്മതിക്കില്ല. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും. എന്താ ചെയ്യേണ്ട? നാളെ ഒരു ഹർത്താലിലേക്ക് പോണോ? കാര്യങ്ങൾ പറയും. ചേട്ടാ വേണ്ട ചേട്ടാ, ഞങ്ങളുടെ വീടിനടുത്തിരുന്നതിനെ പശു കുത്തിയുണ്ട്. നാളെ അല്ലേ തന്നെ ഹർത്താലാ പശുവിനെതിരെ. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വെറുതെ ഹർത്താൽ ഉണ്ടാക്കണ്ട. ഞാൻ ഇതിന്റെ ചാനലിലെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ച് ഈ പോകുന്നതിന് ഒരു നടപടി ഉണ്ടാക്കി തരാം. തൽക്കാലം ഗിഫ്റ്റ് ചേട്ടന് കൊടുത്തോളാം. പക്ഷെ ഇത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ തന്നെ ചേട്ടന്റെ വണ്ടി കൊണ്ടുപോകണം. നിങ്ങൾ ചാനലിന്റെ പ്രവർത്തകരായിട്ട് സംസാരിക്കും. ചേട്ടാ അതിന് ടയർ ഉണ്ടല്ലോ. ടയറൊക്കെ ഉണ്ടായിക്കോട്ടെ, ടയറും കയറൊക്കെ എന്നാ ഉണ്ടായത്. ഞങ്ങൾ എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾ ചുമന്ന കൊണ്ടുപോകുള്ളൂ. അവിടെ എന്താ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചല്ലോ. ചേട്ടാ ഞങ്ങള് മീറ്റിംഗിന് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവര് തീരുമാനമായിട്ട് ഇങ്ങോട്ടൊക്കെ വരും. ഇപ്പൊ ചേട്ടൻ തലയിൽ കെട്ടണോ? തലയിൽ കെട്ടണോ? ചേട്ടൻ കെട്ടിക്കോ? കെട്ടിക്കഴിഞ്ഞാൽ നാളെ ഹർത്താലാ. അതാണ് പ്രശ്നം. ഹർത്താലാണ്. ഞാനത് ബാലേന്ദ്രനെ കാണിക്കാനായിരിക്കും. ചേട്ടൻ നിങ്ങൾ എപ്പോഴും ഹർത്താൽ ഉണ്ടാക്കുന്നത് എന്തിനാ? ഇദ്ദേഹത്തിന്റെ സമ്മാനമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ സമ്മാനം ഞങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചാണ്. ഇത് കൊണ്ടുപോകേണ്ട ചുമതല ഞങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു വിഷയം പിഷാരടി, ഞങ്ങളുടെ ഗോപൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ യൂണിയൻ നേതാവ് ഇവിടെ വിഷയമായി കേട്ടോ. ഗോപൻ എവിടെ പോയി? ഗോപനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഗോപൻ ഇവിടെ ഇല്ലാത്ത ശരിക്കും ഒരു ഭാഗ്യം. ഗോപന്റെ പ്രശ്നം എന്താ അറിയാമോ? എന്ത് കണ്ടാലും അപ്പൊ ചാടി ഇറക്കണ സ്വഭാവമുള്ളതാണ്. പിന്നെ ലോറി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഒറ്റയ്ക്ക്, അതും ഒറ്റയ്ക്ക് ഇറക്കുള്ളവൻ. ഒരു ദിവസം ഒരു ലോറി വന്നതാ, നേരെ തടഞ്ഞു നിർത്തിയിട്ട് ചാടി ഒറ്റ കയറ പിന്നില് ടിപ്പറായിരുന്നു. ഡ്രൈവർ നേരെ ലിവറാണ് പൊക്കി. ഗോപൻ ആദ്യം താഴെ. ഒരു ലോഡ് ഇഷ്ടിയ മുഴുവനും ഞങ്ങൾ വന്നു. ഞങ്ങളുടെ അടുത്ത് ഇവിടെ കളി. ശരി, എന്നാ ഈ സാധനം കൊണ്ടു കൊടുത്ത് വണ്ടി കയറ്റി വെച്ചു കൊടുത്തു. വേണ്ട, ഈ ചേട്ടനെ പൊക്കണോ? ഞങ്ങള് ഈ ചേട്ടനെ പൊക്കണ്ട. വേണ്ട, ചുമക്കണ്ട കാര്യമില്ല. ഈ സമ്മാനം മാത്രം ചുമന്നുണ്ടായാൽ പിഷാടി അടുത്ത നിങ്ങൾ എന്തെങ്കിലും തീരുമാനത്തിൽ എത്തണം. ആയിക്കോട്ടെ. വേണ്ട, അവര് ചുമന്നോട്ടെ. ഈ ഡിസ്കിൽ നമ്മളതിനുള്ള ആളൊക്കെ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? നമ്മുടെ യൂണിയൻ നേതാക്കന്മാർ മുഴുവനോട് വെയിറ്റ് ആയിക്കോട്ടെ. നിങ്ങളോട് ഒരു ചായ കുടിക്കാൻ പോയപ്പോഴേക്കും ഞങ്ങളുടെ കണ്ണേറ്റപ്പോഴും വേറെ ആൾക്ക് സമ്മാനം എടുത്ത് നിങ്ങൾ കൊടുത്തല്ലേ? എന്താ പിഷാര, നിങ്ങളെ കുറെ മാന്യത എഴുതിയിട്ടില്ല. ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനോട് നിന്നാറുണ്ട്. അല്ല, പുള്ളി എടുത്തോണ്ട് പോയല്ലേ? ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഞങ്ങൾ യൂണിയൻകാരില്ലേ ഇവിടെ? നിങ്ങളുടെ ജോലി കൂടെ ഞാനാണോ നോക്കണത്? പിന്നെ അല്ല, ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ കണ്ണടച്ച് പാല് കുടിക്കരുത് കേട്ടോ. ഇപ്പൊ അവര് കൊണ്ടുവരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ നോക്കൂലിയും പൈസ ഒക്കെ ഞാൻ തരണമായിരിക്കും. ഏതാ ഇപ്പൊ കൊണ്ടുപോയതിന്റെ അതിന്റെ റേറ്റ് എല്ലാം ഞാൻ തരേണ്ടി വരും. കുഴപ്പമില്ല. ഇയാൾക്കുള്ള ലാസ്റ്റ് പ്രൈസ് നിങ്ങൾ കൊടുക്കും. ജഗതന്ത്രൻ എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസരത്തില്? ഇത്
ഇപ്പൊ അതുവരെ നിങ്ങൾ ഏറ്റോ അത് ഇപ്പൊ രഘുനന്ദന്റെ പ്രേക്ഷകരോട് എന്താ പറയാ? അവരോടൊന്ന് സംസാരിക്കേണ്ടത് എന്താ? ഇത് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇത് തിരുവില്ലാമല വരെ എത്തിച്ചേരാ വെച്ചാൽ ഇത് എടുത്താൽ മതി. അവരെടുക്കുമല്ലോ, കുഴപ്പമില്ല. രഘുനന്ദൻ ഹാപ്പി ആണല്ലോ. തിരുവില്ലാമലവരൊക്കെ തിരുവില്ലാമല എനിക്കാ ഒരേ സ്ഥലമുണ്ട്. ആ സാധനം എടുത്തു കൊടുക്കും. എന്നെ വിളിച്ചാ പോരെ? പണി പാളിക്കൊണ്ടിട്ടാ. പ്രസ്ഥാനത്തിന്റെ വില നോക്കണം. എന്തേ ചേട്ടാ? അതെ, ബാസിന് നടുവൊന്ന് മിന്നി, ആസ്പത്രി കൊണ്ടുപോകണം. ഒന്ന് സഹായിക്കോ വണ്ടി കയറ്റാൻ? പക്ഷേ ഈ ചുമട്ടുകൂലി തരേണ്ടി വരും. എത്ര വേണ്ടി വരും? ഒരു 3,97,000 രൂപ തരേണ്ടി വരും. അതൊക്കെ ഒരു ന്യായാണോ? ഇതല്ലേ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ബാസി, നീ മുട്ടയെ കുത്തി വാട്ടാ, ഞാൻ അവിടെ നിൽക്കാം. രഘുനന്ദനാ വരൂ.